ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിലിപ്പോൾ 8 ദിവസം മുമ്പേ കാലവർഷം എത്തി എന്നാണ് പറയുന്നത്. നല്ല കനത്ത മഴയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഓൾറെഡി വയനാട് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വയനാട് ചെന്നപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് പോയ സമയത്ത് വയനാട് ഒരു റിസോർട്ട് ഓൾറെഡി നമ്മൾ അറിയുന്ന ഒരാളായിട്ട് സംസാരിച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ റിസോർട്ട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി അന്വേഷിക്കാം, നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിൻ്റെ ഇതിൻ്റെ തമ്മിൽ റെൻറ്റ് വ്യത്യാസം ഒന്നുമില്ലെങ്കിൽ ഇവിടെ തന്നെ എടുക്കുക, അത്രയും ദൂരം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കയറി നോക്കിയത്. അങ്ങനെ ചെന്നപ്പോൾ നമ്മൾ പറഞ്ഞ റിസോർട്ടും ഈ റിസോർട്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല റേറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ ആകാം, പിന്നെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 കോട്ടേജ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന അപ്പം തന്നെ പിള്ളേർ റെഡി ആയിട്ട് പൂളിൻ്റെ സൈഡിലേക്ക് പോകുന്ന കാഴ്ച എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ അവർ പറഞ്ഞത് എവിടെ റൂം എടുത്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പൂള് വേണം എന്നൊരൊറ്റ കണ്ടീഷനിലാണ് 4 പേരും വന്നത് കേട്ടോ. അപ്പം അങ്ങനെ അവർ 4 പേരും ചെന്ന അപ്പം തന്നെ ഡ്രസ്സൊക്കെ മാറി പൂളിൻ്റെ സൈഡിലേക്ക് പോകുന്ന ഇതാണ് ഈ കാണുന്നത്. അപ്പോൾ ചെന്ന സമയത്ത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ഗ്രൂപ്പ് വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ റിസോർട്ടിൻ്റെ ഓണേഴ്സിൻ്റെ ആരോ ബന്ധുക്കളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർ എല്ലാവരും പൂളിലുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ആ ഓണർ പറഞ്ഞു അവരൊരു അരമണിക്കൂറിൽ കയറും, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൈവസി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മക്കളെയും കൊണ്ട് തിരിച്ചു പോന്നിട്ടാ. പിന്നെ ഞങ്ങൾ വീണ്ടും 2ാമത് പോവുകയാണ്. ചെന്നപ്പോഴേക്കും പിള്ളേർ പൂളിൽ ഇറങ്ങി കളി തുടങ്ങിയിട്ടോ. ഇവിടെ ഞങ്ങളുടെ അടുത്ത് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് എന്തോ പൂള് ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ കേട്ടോ, നല്ല രസമുള്ള പൂളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും കൂടി കണ്ടപ്പോഴാണ് ഞാനിത് മതി എന്നുള്ള രീതിയിലേക്ക് കൺഫേം ചെയ്തത്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് അങ്ങനെ ഒരു ചെന്ന അന്ന് മുഴുവനും ഒരു 3-4 മണിക്കൂർ പിള്ളേർ ആ വെള്ളത്തിൽ തന്നെ ആയിരുന്നു. അവരെ കണ്ണൊക്കെ ചുമന്ന് ഏതാണ്ട് മറ്റേ ഉപ്പൻ്റെ കണ്ണെന്നൊക്കെ പറയില്ല, അതേപോലെ ആയിരുന്നിട്ട് വെള്ളത്തിൽ കിടന്നിട്ട്. അവർ കയറാൻ പറഞ്ഞിട്ട് കയറൊന്നും ഉണ്ടായിരുന്നില്ല. അതുമല്ല വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല എന്താ പറയുക, ഫ്രീ ആയിട്ട് കുളിക്കാനും പിള്ളേരൊപ്പം കളിക്കാനൊക്കെ പറ്റിയിട്ടാണ്. എന്തായാലും ഇപ്രാവശ്യം പോയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ടൂറ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നേരം ഞാനും നീന്തി. കൂട്ടത്തിൽ ഞാൻ മാത്രമേക്കാകെ നീന്താൻ അറിയും, എനിക്കും അത്യാവശ്യം നീന്താനൊക്കെ അറിയാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് റിസപ്ഷൻ വരുന്നത്. അതേപോലെ ഇവിടുത്തെ സ്റ്റാഫായാലും നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല എന്താ പറയുക, ജിമ്മും ഓപ്പൺ ജിമ്മുണ്ട്. അതുകൂടാതെ തന്നെ മേളിൽ അവരുടെ ജിമ്മും കാര്യങ്ങളൊക്കെ അല്ലാതെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തന്നിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ താമസിച്ച കോട്ടേജ്. അതിങ്ങനെ താഴത്തേക്കൊരു സ്റ്റെപ്പ് ഉണ്ട്, അതിൽ നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു എന്താ പറയുക, നമുക്ക് പുറത്തുനിന്ന് നോക്കിയാലൊരു പെട്ടി പോലെ തോന്നും, ആ ഒരു ഷേപ്പാണ്. പിന്നെ ഡോർ ഓപ്പൺ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഒരു ഹോളാണുള്ളത്. പിന്നെ ഒരു ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡ് കയറുന്ന ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നല്ല എന്താ പറയുക, നമുക്കെല്ലാം കുറച്ച് സ്ഥലമുള്ളെങ്കിൽ എല്ലാത്തിനുമുള്ള സൗകര്യം അവിടെ അവർ ആ ഒരു ഭാഗത്ത് ഇൻറ്റീരിയർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോറ് തുറക്കുമ്പോൾ ഒരു സോഫയും സെറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിനോട് ചേർന്ന് ഒരു ചെറിയ ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഈ കർട്ടൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറുണ്ട്, ആ ഡോറ് വേണമെങ്കിൽ നമുക്ക് തുറക്കാം. പിന്നെ പുറത്തേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കോട്ടേജും കൂടെ ഉണ്ട്. പക്ഷേ എനിക്കത് അത്രയും ഇതായിട്ട് തോന്നിയില്ല, അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തുമില്ല കേട്ടോ, ജസ്റ്റ് ക്ലോസ് ചെയ്ത് തന്നെ ഇട്ടത്. പിന്നെ നമ്മളോട് ഇതിനോട് ചേർന്നിട്ട് ഒരു ഡോറുണ്ട്, ആ ഡോർ അവർ അപ്പുറ സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ സ്റ്റെയറാണുള്ളത്, ആ സ്റ്റെയറിൻ്റെ മുകളിലേക്ക് ഒരു റൂമും കൂടി ഉണ്ട്, അവിടെ വേറെ ആരും ഉള്ളത് കൊണ്ട് അവരവിടെ നിന്ന് തന്നെ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ TV, പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊരു ടേബിള്, പിന്നെ കിച്ചണിൻ്റെ അവിടെ ഒരു കെറ്റിലും പിന്നെ നല്ല ഒരു വാഷ് ബേസിനും ഒക്കെ ആയിട്ട് നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാലൊക്കെ പുറത്തേക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. രാത്രിയിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക്
എന്താ പറയുക, ഒരു റൂമും കൂടി, ഒരു റൂമും ബാത്റൂമും അങ്ങനെയാണ് അവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അത് കാരണം അവരിത് ഓപ്പൺ ചെയ്തിട്ട് അധികം നാളായിട്ടില്ല, ഏപ്രിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ റൂമും ഒക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെന്ന് താമസിക്കുമ്പോൾ നമുക്കതൊരു വലിയ കംഫർട്ടായിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ അതേ അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, അവർ കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ബാത്റൂം, നല്ല നീറ്റാണ്. അതുപോലെ നമുക്ക് എന്താ പറയുക, ഒരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യാന്ന് പറയില്ല, ആ ഒരു സംഭവം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ട്. നമുക്കെല്ലാം അതുപോലെ പൂളിൽ ഇറങ്ങി ഡ്രസ്സുകൾ ഇടാനൊക്കെ വേറെ സെപ്പറേറ്റ് ഒരു ഹാങ്ങറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ടൂറ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ റൂം ബുക്ക് ചെയ്യാണ്ട് പോയതുകൊണ്ട് തന്നെ കുറേ അന്വേഷിച്ച് നടന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് റൂമൊക്കെ അവൈലബിളായി കിട്ടിയത്. അപ്പോൾ പിന്നെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് ഇറങ്ങി അവിടെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകണമെന്നു. പിള്ളേരൊക്കെ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. ഇപ്രാവശ്യം അതിനൊക്കെ ഞങ്ങൾ മറികടന്ന് അടിപൊളിയായിട്ട് പോയിട്ട് വന്നു. പിന്നെ നൈറ്റ് അവിടെ ക്യാമ്പ് ഫയറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാണാനും ഒക്കെ പറ്റി. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു, നല്ല രീതിയിൽ നല്ല, അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഭക്ഷണം എല്ലാം നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ടാലൻറ്റ് റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ അവിടെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക്